തെലുങ്ക് സംവിധായകൻ ഗോപിചന്ദ് മലിനേനിയുടെ ആദ്യ ഹിന്ദി സിനിമയായിട്ടുള്ള സണ്ണി ഡിയോൾ നായകനായിട്ടുള്ള ജാട്ട് എന്ത് ചെയ്യണമെന്നറിയാതെ വർക്കാകുന്ന എല്ലാത്തിന്റെ പിറകെ ഓടുന്ന ബോളിവുഡ് പടച്ചുവിട്ട ഒട്ടും പുതുമയില്ലാത്ത പുതിയ മാസ് പടമാണ്. തെലുങ്കിൽ അമാനുഷികത കാണിക്കുന്ന മാസ് മസാല പടങ്ങൾ എടുത്ത് ശീലമുള്ള സംവിധായകൻ തന്റെ ഹിന്ദി സിനിമയുടെയും പശ്ചാത്തലം സെറ്റ് ചെയ്തിട്ടുള്ളത് ആന്ധ്രാപ്രദേശിലാണ്. ആകപ്പാടെ സണ്ണി ഡിയോളും അയാൾ അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിന്റെ പശ്ചാത്തലവും മാത്രമാണ് ഇതിൽ നോർത്ത് എന്ന് പറയാനുള്ളത്. ആവശ്യത്തിലധികം തലയറ്റ ശവശരീരങ്ങളും അവസാനം എല്ലാം ഒറ്റയ്ക്ക് ചെയ്ത് ശരിയാക്കുന്ന നായകനുമുള്ള ഈ ഡയലോഗടിപ്പടം ആസ്വദിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം ഇതിനെ ഒരു സ്പൂഫ് സിനിമയായിട്ട് കാണുക എന്നതാണ്. വേറൊന്നും കൊണ്ടല്ല, അടിസ്ഥാനപരമായി ഈ സിനിമയിൽ നടക്കുന്ന എല്ലാ അടിക്കും കാരണം ഒരു പ്ലേറ്റ് ഇഡ്ഡലിയാണ്. കഥ നടക്കുന്നത് അങ്ങ് ആന്ധ്രാപ്രദേശിലെ ഒരു തീരദേശ ഗ്രാമത്തിലാണ്. അവിടെ വന്ന് കുടിയേറിയ ശ്രീലങ്കക്കാരനായ രണതുംഗ എന്ന ഗ്യാങ്സ്റ്റർ നാട്ടുകാരെ മൊത്തം പേടിപ്പിച്ച് ആ സ്ഥലം ഭരിക്കുകയാണ്. അയാൾ പറയുന്നതിനനുസരിച്ച് ചെയ്യാത്ത ആളുകളെയൊക്കെ കൊന്നുകളയുന്ന പരിപാടിയാണ് ആശാനുള്ളത്. ഇങ്ങനെ ഭാർഗവി നിലയം പോലെ കിടക്കുന്ന നിയമവാഴ്ച ഇല്ലാത്ത ആ ഗ്രാമത്തിലേക്ക് നമ്മുടെ ജാട്ട് നായകൻ വരികയാണ്. ലോക്കൽ ഗുണ്ടകളുമായി ഏറ്റുമുട്ടി തുടങ്ങി അവസാനം സാക്ഷാൽ രണതുംഗയുമായി പുള്ളി കൊമ്പ് കോർക്കുന്നതും ആ നാട്ടിലെ പാവങ്ങളായ ജനങ്ങൾക്ക് വേണ്ടി നീതി നേടിക്കൊടുക്കുന്നതും തന്നെയാണ് ഇത്തവണയും കഥ. സാധാരണഗതിയിൽ ഇങ്ങനത്തെ ടെംപ്ലേറ്റ് മാസ് മസാല പടങ്ങളിൽ ഹീറോ നീതിയും ന്യായവും നടപ്പാക്കാൻ എൻട്രി നടത്തുമ്പോൾ അതിന് സാമാന്യം നല്ലൊരു റീസൺ കാണും. സംഭവം പടത്തിന്റെ അവസാനം നായകൻ നീതി നടപ്പാക്കുന്ന വൺ മാൻ ആർമി ആകുന്നുണ്ടെങ്കിലും ആൾ ഇതിലേക്ക് വന്നു പറ്റിയതിന്റെ കാരണം ഒരു പ്ലേറ്റ് ഇഡ്ഡലിയാണ് എന്നത് കോമഡിയാണ്. ഒരു കാര്യത്തിൽ സന്തോഷമുണ്ട്, നായകൻ ഓരോ തവണയും ഇഡ്ഡലിയെക്കുറിച്ചുള്ള ഡയലോഗ് പറയുമ്പോൾ സംവിധായകൻ ഗോപിചന്ദിന് ഇത് കോമഡി ആകുന്നുണ്ട് എന്ന് മനസ്സിലാകുന്നുണ്ട്. ലോജിക് ഇല്ലെങ്കിലും ഒന്നാമത്തെ പകുതിയിലുള്ള പല കാര്യങ്ങളും കണ്ടിരിക്കാവുന്ന സംഭവങ്ങൾ തന്നെയാണ്. എന്നാൽ ഗ്രാമവാസികളുടെ ചരിത്രം നായകൻ അറിയുന്ന രണ്ടാം പകുതിയിൽ സിനിമ ശരിക്കും ജയ് ബാലയ്യ മോഡിലേക്ക് പോവുകയാണ്. പടത്തിലെ ഫ്ലാഷ് ബാക്ക് ഭാഗങ്ങൾ വയലൻസിന്റെ ആറാട്ടാണ്. ഗ്രാമവാസികൾ ഒരുപാട് യാതനകൾ അനുഭവിച്ചു എന്ന് കാണിക്കാൻ വാഴ വെട്ടിക്കളയുന്ന ലാഘവത്തോടെ അവിടുത്തെ ആളുകളുടെ തല വെട്ടിക്കളയുന്നുണ്ട്. പിന്നെ നമ്മുടെ നായകന്റെ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തെ കുറച്ചുകൂടെ മഹത്തരമാക്കാൻ സിനിമയിൽ നടക്കുന്ന ബലാത്സംഗങ്ങളുടെ എണ്ണം നല്ലപോലെ കൂട്ടിയിട്ടുണ്ട്. ഇതിന്റെ ഇടയിൽ നാട്ടുകാർക്ക് വേണ്ടി നീതി നടപ്പാക്കാൻ ശ്രമിക്കുന്ന ഇന്ത്യൻ പ്രസിഡന്റും CBI ഓഫീസറും ഒക്കെ ഒന്നാം തരം കോമഡി പീസുകളാകുന്നുണ്ട്. ഞാൻ ഇത്രയൊക്കെ പറഞ്ഞ സമയത്ത് തന്നെ നിങ്ങൾക്ക് ഏറെക്കുറെ മനസ്സിലായി കാണും സ്റ്റീഫൻ നമ്മൾ ഉദ്ദേശിച്ച ആളല്ല സാർ ലെവൽ ഒരു ഐഡന്റിറ്റി റിവീലിംഗ് സീന് ഈ സിനിമയിൽ ഉണ്ടാകുമെന്ന്. നിങ്ങളുടെ ഊഹം ശരിയാണ്. ആൻഡ് ആ ഐഡന്റിറ്റി ഇന്ത്യൻ സിനിമയിൽ ഇപ്പോൾ എളുപ്പത്തിൽ വിറ്റുപോകുന്ന ഒരു ഐറ്റമാണ്. നാട്ടുകാരെ സഹായിക്കാൻ വരുന്ന അജ്ഞാതനായി സണ്ണി ഡിയോൾ പുതിയ സുരേഷ് ഗോപിയെ പോലെ 0.5x സ്പീഡിൽ സംസാരിക്കുന്നുണ്ട്. ചില സമയത്ത് അലറുന്നുമുണ്ട്. നോർത്ത് ഇന്ത്യയിൽ ഫിസിക്സിനെ ബഹുമാനിക്കാത്ത സണ്ണി ഡിയോളിനെ മനസ്സിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഈ സിനിമ എഴുതപ്പെട്ടിട്ടുള്ളത്. ജാട്ടിലെ നായകൻ ഒരർത്ഥത്തിൽ അർബൻ കോസ്റ്റ്യൂം ഇട്ട് റൂറൽ ഗ്രാമത്തിൽ വന്നിട്ടുള്ള ധാരാ സിംഗ് ആണ്. ഹാൻഡ് പമ്പ് കിട്ടാത്തതുകൊണ്ട് ഫാൻ സർവീസ് കാണിക്കാൻ വേണ്ടി ശരിയായ ഫാൻ ഉപയോഗിച്ച് ഐക്കോണിക് ആയിട്ടുള്ള ഖദറിലെ ഹാൻഡ് പമ്പ് സീന് റീക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആന്ധ്രാപ്രദേശിൽ താമസിക്കുന്ന ഹിന്ദി മാത്രം സംസാരിക്കുന്ന ശ്രീലങ്കൻ തമിഴൻ രണതുംഗയായിട്ടാണ് രൺദീപ് ഹുഡ ഈ സിനിമയിൽ വന്നിട്ടുള്ളത്. ഇതിൽ പറയുന്ന വയലന്റ് പരിപാടികളൊക്കെ ചെയ്യുന്ന നമ്മുടെ ജാട്ട് റോക്കി ബായിക്ക് ഒരു വെല്ലുവിളിയാകാൻ സാധ്യതയുള്ള വില്ലനാകാൻ അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ട്. SI വിജയലക്ഷ്മി ആയിട്ട് വന്നിട്ടുള്ള സയ്യാമി ഖേറിന് ഏതു നേരവും നിസ്സഹായാവസ്ഥയിൽ നിൽക്കാനാണ് യോഗം. ഇടയ്ക്ക് അങ്ങേയറ്റം നാടകീയമായ ചില ഡയലോഗുകൾ പറയേണ്ട ഗതികേടുമുണ്ട്. നല്ലൊരു നടനായ വിനീത് കുമാർ സിംഗിനും ഈ പടത്തിൽ കാര്യമായി ഒന്നും ചെയ്യാനില്ലാത്ത തരം വൺ നോട്ട് കഥാപാത്രത്തെയാണ് ലഭിച്ചിട്ടുള്ളത്. വില്ലന്റെ ശ്രീലങ്കൻ തമിഴ് ഫാമിലിയിൽ തമിഴ് സംസാരിക്കുന്ന ഒരേയൊരു കഥാപാത്രമായിട്ട് വന്നിട്ടുള്ളത് റജീന കസാൻഡ്രയാണ്. ബ്രൂട്ടാലിറ്റിയിൽ ജെൻഡർ ഇക്വാലിറ്റി കൊണ്ടുവരാൻ സംവിധായകൻ ഗോപിചന്ദ് ഈ കഥാപാത്രത്തെ നല്ലപോലെ ഉപയോഗിക്കുന്നുണ്ട്. കുറെ പേരുടെ തലവെട്ടാനും ചില സ്ത്രീകളെ റേപ്പ് ചെയ്യാനും ഓർഡർ കൊടുക്കുന്നത് റജീനയുടെ കഥാപാത്രമാണ്. പുലിമുരുകനിൽ മൂപ്പന്റെ തള്ളു കേട്ടുകൊണ്ടിരുന്ന ജഗപതി ബാബു ഈ സിനിമയിൽ നായകനെക്കുറിച്ച് തള്ളുന്ന CBI മൂപ്പനായിട്ടാണ് അഭിനയിക്കുന്നത്. പത്മശ്രീ ഡോക്ടർ സരോജ് കുമാർ എന്ന സിനിമയുടെ തുടക്കത്തിലുള്ള വെക്കടാവെടി സീക്വൻസ് നിങ്ങൾക്ക് ഓർമ്മയില്ലേ? ഈ പടത്തിന്റെ അവസാനം ഒരു ഹെലികോപ്റ്ററിന്റെ അകത്ത് നിന്ന് കൈദിക്ക് ശേഷം ഇന്ത്യൻ സിനിമയിൽ ആക്ഷൻ രംഗങ്ങളിൽ വന്നിട്ടുള്ള എല്ലാത്തരം തോക്കുമെടുത്ത് സണ്ണി ഡിയോൾ അറഞ്ചം പുറഞ്ചം വെടിവെക്കുന്നുണ്ട്. അത് കണ്ടപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ വെക്കടാവെടിയാണ് എനിക്ക് ഓർമ്മ വന്നത്. ഇതുപോലെയുള്ള മാസ് മസാല സിനിമകൾ കാണുമ്പോൾ അത് നടക്കുന്നത് ഐസക് ന്യൂട്ടൻ ജനിച്ചിട്ടില്ലാത്ത പാരലൽ യൂണിവേഴ്സിലാണെന്ന് മനസ്സിലാക്കിയിട്ട് വേണം ആസ്വദിക്കാൻ എന്ന് എനിക്കറിയാം. പക്ഷെ ഒരേ കഥ തന്നെ ഹീറോയെ മാറ്റി വീണ്ടും വീണ്ടും സ്ലോ മോഷനിൽ പറയുന്നത് സത്യം പറഞ്ഞാൽ വിമർശിക്കപ്പെടേണ്ട ഒരു ആശയ ദാരിദ്ര്യ പ്രശ്നം തന്നെയാണ്. ഇത്രയുമായിരുന്നു ഈ സിനിമയെക്കുറിച്ചുള്ള എൻ്റെ റിവ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുമെന്നും ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്നും പ്രതീക്ഷിക്കുന്നു. താങ്ക്